ഹായ് കൂട്ടുകാർ, നമസ്കാരം. എന്തൊക്കെയോ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. പിന്നെ ഒന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ പാചകവും കാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളും ഒക്കെ കൂടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു സിനിമയൊക്കെ കണ്ടു. മിനിഞ്ഞാന്ന് പോയിട്ടൊരു സിനിമയൊക്കെ കണ്ടു. കളം കാവൽ, മമ്മൂട്ടിയുടെ സിനിമയാണ്. കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണ് കേട്ടോ. പിന്നെന്താ, ബിജു ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ പ്രവാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ? നാട്ടിൽ വന്ന് കുറച്ച് ദിവസമൊക്കെ നിന്ന് പോകുമ്പോഴത്തേനും അവർക്കും വിഷമമാണ്, നമുക്കും വിഷമമാണ്. പക്ഷേ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. നാട്ടിൽ നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാച്ച നമ്മളിപ്പോൾ ഇങ്ങനെ പോയതിനല്ലേ പറ്റുള്ളൂ. ജീവിത മാർഗ്ഗങ്ങളല്ലേ അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു വിഷമം, പോയി കഴിഞ്ഞപ്പോഴും ഒരു വിഷമം. ശരിക്കും ശനിയാഴ്ചയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പോൾ അതിന് ശേഷം ഇന്നലേക്ക് തിങ്കളാഴ്ചയ്ക്ക് വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ പോയി. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുകയാണ് വീട് ഉറങ്ങിയ പോലെ. അതായത് വീട്ടിൽ ശബ്ദമില്ല, ഒന്നും ഇല്ലാത്ത പോലെ. സാധാരണ ചെറിയ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുക. പക്ഷേ എനിക്ക് അവൻ പോയപ്പോഴും അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു തോന്നലായിരിക്കുന്നു. പക്ഷെ നീന ഇന്നലെ പറയാണ്, രാത്രി കഴിയപ്പോൾ മാമ പോയപ്പോൾ അമ്മ ആകെ വീട് ഉറങ്ങിയ പോലെ അല്ലേ, വീട് നിശബ്ദമായ പോലെയാണ്. അപ്പോൾ ശരിയാണ്, എനിക്ക് മാത്രമല്ല. അങ്ങനെ പിന്നെന്താ, അതിനെയും കൊണ്ട് ഇന്ന് പോയി ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പോൾ വീണ്ടും യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ക്ഷീണ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ, എന്തെങ്കിലും ആവട്ടെ, അല്ലാതെ ഇപ്പോൾ എന്തെന്നാ പറയുക, ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ എന്ത് വന്നാലും ധൈര്യത്തോടു കൂടി പോകാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പോയതൊക്കെ കേട്ടോ. അപ്പോൾ ഈ കൾച്ചറിന് യൂറിൻ കൊടുത്തിട്ടുണ്ട്. ഇനി റിസൾട്ട് കിട്ടിയിട്ട് അതനുസരിച്ച് പറയാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഈ 2 ദിവസം ഇങ്ങനെ പോട്ടെ, ഓരോന്ന് ഇതായിട്ട് വരില്ലേ. ആയിട്ടൊക്കെ കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ രാവിലെ വെള്ളയപ്പം ഇഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം. രാവിലെ തന്നെ നമ്മളിങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സമയം ഇങ്ങനെ നമ്മുടെ ചെടികളെയൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ കാണുന്നതും ഒരു സന്തോഷം. അപ്പോൾ ഇവിടുത്തെ ജമന്തി നന്നായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ പൂക്കളായിട്ട് ജമന്തി ഇങ്ങനെയെല്ലാം വലിയ ഉണ്ട ജമന്തി മഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ. അത് പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ. അതിലെ പൂക്കൾ കാണുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും കേട്ടോ, ഇതെങ്ങനെയാണ്, എന്താ വളമിട്ട് കൊടുക്കണേ, എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഈ ജമന്തി ഉണ്ടല്ല, അങ്ങനെ ഉള്ളിൽ വെച്ചാൽ നടുവിൽ ഇങ്ങനെ കട്ട ഇതളുകളില്ല കേട്ടോ. മറ്റേതിന് അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ വെള്ള ജമന്തിയിൽ പൂവ് ഇട്ടിട്ട് അങ്ങനെ പിന്നെ അധികം ഇടണമില്ല. ഇതേ വെള്ള റോസ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കാലത്ത് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ സാമ്പാറിന് ആരാധകരേറെയാണ് കേട്ടോ. ഞാൻ വലിയ പാചകക്കാരിയായിട്ടല്ല, എന്നാലും അപ്പോൾ ഞാൻ വറുത്തരച്ചിട്ടും സാമ്പാർ വയ്ക്കും, അല്ലാതെ സാമ്പാർ പൊടി ചേർത്തിട്ടും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ പരിപ്പ് ആദ്യം വേവിച്ചു, കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. വെണ്ടയ്ക്കും ഉരുളൻകിഴങ്ങ് ഇട്ടത് കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായം മുഴുവൻ കായ ഞാൻ ചേർത്തേക്കുന്നത്. അതെല്ലാം ഇട്ടിട്ട് പുളിയും ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ വരുത്തിയിട്ടാ. അപ്പോൾ അതേ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് തിളച്ച് വന്നപ്പോൾ കടുകും മുളകും കറിവേപ്പിലയും വറുത്തിട്ടു. കാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻ വറക്കാനായിട്ട് മത്തി മുളക് വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് പയറിൻ്റെ മുകളിൽ നമ്മുടെ പയറുകുട്ടന്മാരാണ്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, തക്കാളി കുട്ടന്മാർ കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ 2-3 തക്കാളിയിലിട്ടുണ്ട്. ഇപ്പോൾ 3-4 തക്കാളി തൈ നല്ലപോലെ പൂവിട്ടുന്നുണ്ടായിരുന്നു. അത് പോയി കേട്ടോ. പോയതല്ല, ലേശം ഉണക്കം വരുന്നുണ്ട് പറഞ്ഞപ്പോൾ രുക്ക് പറഞ്ഞത് പറിച്ച് കളയാമെന്ന്. പിന്നെ അത്യാവശ്യം കയ്പ്പയ്ക്കും വഴുതന വെണ്ട ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമാണ്. 4 എണ്ണയെ കിട്ടിയുള്ളൂ വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈ പച്ചക്കറികൾ വളം ചേർക്കാതെ. അതുപോലെ എനിക്ക് ആവശ്യമുള്ള മുളകും പച്ചമുളകും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം കൂടുതൽ വളങ്ങളൊന്നും വേറെ ചേർക്കില്ല. വെണ്ണീറൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും ചെയ്യും കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ചിലവർക്കൊക്കെ അത് കാണുമ്പോൾ ഈ 4 എണ്ണം ഉണ്ടാവുന്നത് എന്താണ്? പക്ഷേ ആ 4 എണ്ണമെങ്കിൽ 4 എണ്ണം നമ്മുടെ വീട്ടിലുണ്ടാവുന്നതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. വേറെ വളമൊന്നും നമ്മൾ ചേർക്കണില്ലല്ലോ, പിന്നെന്താ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു പൂച്ച അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മീനൊക്കെ വാങ്ങിച്ചാൽ പൂച്ച കഴിക്കും, അതിൻ്റെ അവശിഷ്ടമൊക്കെ കഴിക്കും. അത് ഗർഭിണിയാണ് കേട്ടോ. അതിന് നല്ല ക്ഷീണം. അപ്പോൾ കാലത്ത് ഇഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടം അതുപോലെ തന്നെ വെള്ളയപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല വെള്ളയപ്പമായിട്ട് വന്നിട്ടില്ലേ, അരിപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയത്. ഞാനത് നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. നല്ല അടിപൊളി വെള്ളയപ്പം ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ മത്തിയൊക്കെ വറുത്തിട്ടുണ്ട്. അതുപോലെ
പട്ടത്തി മാന്തളും പപ്പടും കാച്ചിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഉച്ചക്കലത്തെ വിഭവങ്ങൾ. പിന്നെ ബിജുവിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. പൊക്കുവട, അപ്പം, അട. അപ്പോൾ അപ്പം അടയൊക്കെ അരുളേച്ചി ഉണ്ടാക്കി തന്നത്. എൻ്റെ ഫ്രണ്ട് അരുളേച്ചി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അരുളേച്ചിയാണ് ഉണ്ടാക്കി കൊടുത്തു വിട്ടത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് വയ്യാതെ ഇപ്പോൾ അരുളേച്ചി ഉണ്ടാക്കി തന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അരുളേച്ചിക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.